ഇന്ത്യൻ ക്രിക്കറ്റിന്റെ T20 ലോക കിരീടം നേട്ടത്തിന്റെ ആഘോഷം ഇന്നലെ മുംബൈയിൽ പൊടിപൊടിച്ചിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്താൻ വൈകിയ ടീം ഇന്നലെയാണ് നാട്ടിലേക്ക് എത്തിയത്. ഡൽഹിയിൽ വിമാനമിറങ്ങിയ ശേഷം ആദ്യം പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാണ് ടീമിന്റെ പോയത്. അതിനുശേഷം മുംബൈയിൽ തുറന്ന ബസ്സിൽ കാണികളോടൊപ്പം ഇന്ത്യൻ ടീം കിരീട നേട്ടം ആഘോഷിക്കുകയായിരുന്നു. അതിനുശേഷം വാങ്കഡെ സ്റ്റേഡിയത്തിൽ വലിയ പരിപാടിയാണ് ഇന്ത്യൻ ടീമിന്റെ വിജയം ആഘോഷിക്കാൻ ഒരുക്കിയത്. ഇന്ത്യൻ താരങ്ങളെല്ലാം മതിമറന്ന് ആഘോഷിച്ചപ്പോൾ സഞ്ജു സാംസണും ഇന്ത്യയുടെ കിരീട നേട്ടം ആഘോഷമാക്കി. ടീം ബസ്സിലും മുംബൈ ഗ്രൗണ്ടിലുമെല്ലാം സഞ്ജു നിറഞ്ഞു നിന്നു. മലയാളി താരം അർഷദീപ് സിംഗിനും സൂര്യകുമാർ യാദവിനുമൊപ്പം നൃത്തം ചെയ്തു. ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കാൻ സഞ്ജുവിന് സാധിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ ആരാധകരുടെ സ്നേഹവും സഞ്ജുവിനൊപ്പം ഉണ്ടായിരുന്നു. മുംബൈയിൽ സഞ്ജുവിന് മാർപ്പ് വിളിക്കാൻ ആരാധകരേറെയായിരുന്നു. മലയാളി താരം ലോകകപ്പ് കിരീടത്തിന്റെ ഭാഗമായതിന് അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. കളിക്കാൻ സാധിക്കാത്തതിന് നിരാശയ്ക്കപ്പുറം വിശ്വകിരീടത്തിന്റെ ഭാഗമാകാൻ സഞ്ജുവിന് സാധിച്ചു എന്ന് പറയാം. 13 വർഷം കാത്തിരുന്ന ശേഷമാണ് വീണ്ടും ഇത്തരമൊരു കിരീടം ഇന്ത്യക്ക് നേടാൻ സാധിച്ചതെന്നാണ് സഞ്ജു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ഇത്തവണ സഞ്ജുവായിരുന്നു ടീമിലെ ഭാഗ്യതാരം. അതുകൊണ്ട് തന്നെ കളിച്ചില്ലെങ്കിൽ സഞ്ജുവിന് തന്നെ ഇന്ത്യൻ ടീമിനൊരു വലിയ സ്ഥാനം ലഭിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും സഞ്ജുവിന് ലോക കിരീടം നേടിയതിൻ്റെ അഭിമാന നേട്ടമാകാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് ലോകകപ്പ് കളിക്കാൻ സഞ്ജുവിന് വിളി ലഭിച്ചത് തന്നെ വലിയ കാര്യമാണ്. അവസാന IPL-ലും മികച്ച പ്രകടനമാണ് സഞ്ജു നടത്തിയത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ പിന്തുണയ്ക്കുന്ന ലോകത്തിലുള്ള എല്ലാ ആരാധകരോടും നന്ദി പറഞ്ഞുവെന്നാണ് സഞ്ജു പറഞ്ഞത്. മുംബൈയിൽ ഇന്ത്യൻ ടീമിലെ പ്രധാന താരങ്ങൾ സംസാരിച്ച ശേഷം ആരാധകരെ അഭിവാദ്യം ചെയ്തപ്പോഴും സഞ്ജു മുൻനിരയിലുണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ഭാഗ്യതാരമായാണ് സഞ്ജു സാംസൺ എന്ന് പറയാം. ഇന്ത്യ ലോക കിരീടം നേടിയപ്പോഴൊക്കെ ടീമിനൊപ്പം ഒരു മലയാളിയും ഉണ്ടായിരുന്നു. ഇന്ത്യൻ T20 ലോക കിരീടം നേടിയതിനു പിന്നാലെ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും വിരാട് കോഹ്ലിയും വിരമിക്കൽ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ പ്രാധാന്യം നൽകിയാണ് ഇന്ത്യ മുംബൈയിൽ ആഘോഷം നടത്തിയത്. മുംബൈ ഇന്ത്യൻസിന്റെ നായകനായതോടുകൂടി ഹാർദിക് പാണ്ഡ്യക്കെതിരെ വലിയ വിമർശനമുയരുകയും മുംബൈയിലെ കാണികൾ കൂവുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ നിറഞ്ഞ കയ്യടികളാണ് ഹാർദിക് ഏറ്റുവാങ്ങുന്നത്. രോഹിത് ശർമ്മ ഹാർദിക്കിനെ പ്രശംസിച്ചപ്പോൾ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിന്നത് ഹാർദിക് പാണ്ഡ്യയുടെ പേരാണ്. ലോകകപ്പ് ഫൈനലിൽ അവസാന ഓവറിഞ്ഞ് ഇന്ത്യയുടെ വിജയശില്പിയായത് ഹാർദിക് ആയിരുന്നു. ക്ലാസിന്റെ നിർണായക വിക്കറ്റും ഹാർദിക് നേടി. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വിജയകിരീടത്തിൽ ഹാർദിക്കിന് പ്രധാന പങ്കുണ്ടെന്ന് തന്നെ പറയാം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഹാർദിക്കിനെ പ്രശംസിച്ചു. എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് ആരാധകർ ഹാർദിക്കിനെ പ്രശംസിച്ചത്. അന്ന് കൂകി വിളിച്ച അതേ വേദിയിലായിരുന്നു കൈയടി എന്നത് ഹാർദിക്കിന്റെ മധുര പ്രതികാരമാണ്. വിരാട് കോഹ്ലി മുന്നിലെത്തി രോഹിത് ശർമ്മ അല്പം പിന്നിലേക്ക് നിന്നു. ഇത് ശ്രദ്ധിച്ച കോഹ്ലി രോഹിത്തിനെ തന്നെ മുന്നോട്ട് വിളിച്ച് ഇരുവരും ഒന്നിച്ച് കപ്പ് ഉയർത്തിയ ശേഷം ആഘോഷമാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ചരിത്ര നേട്ടങ്ങളിൽ ഒന്നാണ്.